ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കുറേ നല്ല നല്ല കാര്യങ്ങൾ നടന്ന ഒരു ദിവസം. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു. സാധാരണ ഞായറാഴ്ച ദിവസം ഞാൻ കുറേ ലേറ്റായിട്ടാണ് വീഡിയോ എടുക്കാറ്. പക്ഷേ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഞാൻ കൃത്യമായിട്ട് പള്ളിയിലേക്ക് പോണതിന് മുമ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പാവർട്ടി പള്ളിയിൽ പെരുന്നാൾ കുർബാന കാണണമെന്നായിരുന്നു ആഗ്രഹം. കാരണം വർഷങ്ങളോളം നമ്മൾ പാവർട്ടിയിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളുടെ തൊട്ടപ്പുറത്താണ് പള്ളിയും കാര്യങ്ങളൊക്കെ, ബാക്കിലാണ് ഊട്ടുശാല. അപ്പം അതുപോലെ പള്ളിയിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിലിരുന്നാൽ തന്നെ കേൾക്കാം. അപ്പോൾ ആ പാവർട്ടി പള്ളി പെരുന്നാളെന്ന് പറയുമ്പോൾ നമുക്ക് അയ്യോ അവിടം വരെ എത്തിയില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെ എന്താ പറയുക, പോകാൻ പറ്റിയിട്ടോ. ആ വിശേഷം ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെ രാവിലെ തൽക്കാലം നമ്മളുടെ നടത്തറ പള്ളിയിൽ പോയി കുർബാനയ്ക്ക് ശേഷം പിന്നെ തീരുമാനിക്കാം എപ്പോൾ പോകണം, എന്ത് പോകണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ എന്തായാലും പോകണം എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാവർട്ടി പള്ളിയിലേക്ക് പോകണം എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സമയത്ത്, പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ട് പോകണതല്ല, അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് ചായയും വെച്ചു. ഞാൻ പൂരി കഴിച്ചു. ഡാഡിയുടെ ബ്രെഡും ജാമുമാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്താ പറയുക, പള്ളിയിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ 10 മണിക്കാണ് കുർബാന. പക്ഷേ ഞാനും ഡാഡി 9:30 വീട്ടിൽ നിന്ന് പോകട്ടോ. പോയി കുറച്ച് അപ്പോൾ ഞങ്ങൾ പോണോടുകൂടി ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെന്ന വഴിക്ക് കാസ് ബേബിയുടെ അടുത്ത് പോയി പൂവൊക്കെ വെച്ചിട്ടാണ് തിരിച്ച് പള്ളിയിലേക്ക് വരിക. ഞാൻ നേരെ പള്ളിയിൽ കയറും. അങ്ങനെ ഒരു അരമണിക്കൂർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പിന്നെ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ 2 പേരും കൂടി കാസ് ബേബിയുടെ അടുത്ത് പോയി അവിടെ നിന്നാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരിക. ഇതാണ് നമ്മളുടെ എന്താ പറയുക ഞായറാഴ്ചയിലത്തെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ യാത്രയും കാര്യങ്ങളൊക്കെ അത് വേറെയാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെയും ഡാഡിയുടെയും പള്ളിയിലത്തെ കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ സൗകര്യം പോലെ എവിടെയാണോ അവിടെയാണ് പോവാറ്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഇന്ന സ്ഥലം എന്നില്ല. അത് കഴിഞ്ഞ് ചിലപ്പോൾ അതോടുകൂടി മാർക്കറ്റിലൊക്കെ പോയിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പതിവ് വിട്ട് ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പള്ളി വരെയുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പള്ളിയുടെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഡാഡി പറഞ്ഞത് എന്നാൽ നമുക്ക് ഇന്ന് അക്കിരോടേക്ക് പോകാമെന്ന്. കാരണം തൊട്ടടുത്താണല്ലോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ പണികളും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് വരാം. അവരാണെന്ന് വെച്ചാൽ എല്ലാവരും തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ നോക്കി ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് പോയിട്ട് തിരിച്ചെത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ചേച്ചിയുടെ അടുത്തേക്ക് പോയിട്ടോ. അപ്പോൾ ചേച്ചിക്കും പ്രതീക്ഷിക്കാണ്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് മദേഴ്സ് ഡേയും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചീനെ ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, സമയം എന്തായാലും ഉണ്ടായിരുന്നു, എന്നാൽ പിന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി. ഇതാണ് ചേച്ചിയുടെ വീട്ടിലേക്കുള്ള വഴി. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് കാണിക്കുന്നത് നമ്മളുടെ ബന്ധുക്കൾ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കും അങ്ങനെ അറിയില്ല. എല്ലാവരുടെയും വിചാരം എൻ്റെ വീട് എവിടെയാണാവുമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ വരുന്ന വഴിയാണ് ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ പേര് കണ്ടു തുടങ്ങിയിട്ട് ഇത്രയും അടുത്തായിരുന്നു നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തിരിച്ച് കാണിക്കണത് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ചേച്ചിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കേണ്ട ഞങ്ങൾ ചെന്നത്. അങ്ങനെ നമ്മൾ പറയില്ലേ, കിട്ടുന്ന സമയം മാക്സിമം സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചെന്ന് അപ്പോൾ ചേച്ചി നല്ല ബോട്ടിയും കൊള്ളിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനൊരു പാത്രം കഴിച്ചു. ഡാഡി ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല, അതുകൊണ്ട് ഡാഡി പട്ടിണിയായിരുന്നു, കാപ്പി മാത്രം കുടിച്ചുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ വർത്താനം പറഞ്ഞ് നിന്ന് അപ്പോഴേക്കും ഇവിടെ നിന്ന് ഫോൺ വന്നു. മമ്മി ഇത് എവിടേക്കാണ് പറയാണ്ട് ചോദിച്ചിട്ട് ഇവർ എവിടെയാണാവുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം വെക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അക്കിയോട് ഞാൻ പറഞ്ഞു ഇവരെന്ത് പണി കാണിക്കണം, ഞങ്ങൾക്കുള്ള ഭക്ഷണം വെക്കണമെന്ന് ചോദിക്കണത് ഇവർക്ക് നല്ല. അപ്പോൾ എനിക്ക് ദേഷ്യം വരിക ചെയ്തത്, ഭക്ഷണം വെക്കണം, നിങ്ങൾ വരുന്നുണ്ടോ ഭക്ഷണം വെക്കണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുക. അപ്പോൾ ഞാനത് പറഞ്ഞിട്ട് ഇറങ്ങി നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ ഇവർ ചോദിച്ചത് എന്താണെന്നുള്ളത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അറിയാലോ, ഈ ഇപ്പുറത്ത് കൂടെയാണ് വരിക. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ അക്കിനോട് നിന്ന് കുറേ പറഞ്ഞു എന്നോട് ഡോണിനുള്ള കറി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വേണ്ട, തൽക്കാലം ഞാൻ കഴിച്ചു, അത് മതി, ഡോണിന് കൊണ്ടുപോകണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി. അങ്ങനെ നോക്കിയപ്പോൾ പിള്ളേർസ് 3 ആളും ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ കിടന്ന് ഡാൻസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. സംഭവം നോക്കിയപ്പോൾ വേറൊന്നുമല്ല, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് മദേഴ്സ് ഡേ അല്ലേ,
അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അവർ ഇതേ കേക്കൊക്കെ റെഡിയാക്കി വെച്ചേക്കായിരുന്നു സർപ്രൈസായിട്ട് കേട്ടോ. അങ്ങനെ ശരിക്കും സർപ്രൈസ് തന്നെയായിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനൊരു സംഭവം. അങ്ങനെ ഞാൻ വന്നോടും. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയി അതേ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ 3 അമ്മമാരുണ്ടല്ലോ നമ്മുടെ ഈ വീട്ടിൽ. അപ്പോൾ ഞങ്ങളുടെ 3 അമ്മമാരുടെയും കൂടി മദേഴ്സ് ഡേ ആണ് ഇന്ന് ആഘോഷിച്ചത്. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാ അമ്മമാർക്കും വേണ്ടി അങ്ങനെ മദേഴ്സ് ഡേ എന്നുള്ള കേക്ക് അവർ സർപ്രൈസായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 2 മക്കൾ, അപ്പോൾ മദർ എന്ന് പറയുമ്പോൾ അവരുടെ അമ്മ ഞാനാണല്ലോ. അപ്പം ഞങ്ങൾ 3 പേരായിട്ടൊരു ഫോട്ടോ, പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തപ്പോൾ അങ്ങോട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് എടുത്തു എന്ന് മാത്രം കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ 2 മക്കളും, മകളും മരുമകളും, അങ്ങനെ തന്നെയല്ലേ പറയുക. ഇങ്ങനെ മക്കൾ എന്ന് പറഞ്ഞാലും നമ്മളുടെ മകളും മരുമകളും രണ്ടും 2 തന്നെയാണ് കേട്ടോ. സംഭവം എനിക്ക് 2 പേരും ഒരുപോലെ ഇഷ്ടമാണെങ്കിലും അത് നമുക്ക് പറയുമ്പോൾ പറയും എന്നല്ലാണ്ട് മനസ്സ് തൊട്ട് പറയുകയാണെങ്കിൽ മകളും മരുമകളും തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം അതങ്ങനെ തന്നെയാണ്, അങ്ങനെ ആവാൻ പാടുള്ളൂ, എപ്പോഴും അങ്ങനെ തന്നെ ആവണം. അതുപോലെ ഞാൻ ഡിവൈനോടും പറയും, അമ്മയെപ്പോലെ എന്ന് പറയേണ്ട, അമ്മ അമ്മയാണ്, ഞാൻ മമ്മിയാണ്, അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം എന്നെപ്പോഴും ഞാൻ പറയും. അതാണ് അതിൻ്റെ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. കാരണം എനിക്കും അമ്മയുണ്ടായിട്ടുണ്ട്, അമ്മായിമ്മ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഞാനൊരു മകളുമാണ് മരുമകളുമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും രണ്ടായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും കാണുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ മരുമകൾ എന്ന സ്ഥാനത്തിനോട് കുറച്ചും കൂടി ഒരു ബഹുമാനം, ഒരിഷ്ടം ഒക്കെ തോന്നുക. കാരണം നമ്മളുടെ മകളല്ല, അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയും കെയർ ചെയ്യണം എന്നാണ് ഞാൻ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെക്ഷനായിട്ട് ഫോട്ടോസ് എടുത്തു. കാരണം ഡിംപിളും മോനും അവർ മദേഴ്സ് ഡേ, ഇവിടെ ഡിവൈനും പിള്ളേരും അവരും മദേഴ്സ് ഡേ, അതായത് അവരുടെയും അമ്മ. അപ്പം അമ്മമാർക്കാണല്ലോ ഇന്ന് സ്ഥാനം കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഡാഡിയോട് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം ഡാഡി ഞങ്ങൾ അവിടെ ചെന്ന് ഭക്ഷണം ഞാൻ ബോട്ട് കഴിക്കുമ്പോഴേക്കും പറഞ്ഞു, അയ്യോ വീട്ടിലേക്ക് പോവാം. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, അവിടെ ചെന്നിട്ട് എന്തിട്ട് ഇത്ര വലിയ തിരക്ക്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നപ്പോൾ താൻ വന്നേ പോവാ എന്നും പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പോകുന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് അറിഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ സെഷനൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫോട്ടോസ്. അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ഞാൻ കുറേ അങ്ങനെ പറഞ്ഞു അല്ലേ, സാരില്ല കേട്ടോ. അങ്ങനെ വീണ്ടും അങ്ങനെ വന്നു. കുറേ നമ്മുടെ ഐസ്ക്രീം കേക്കല്ല, ഇന്ന് വേറൊരു കേക്കായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒക്കെ ഈ ഓൺലൈനിൽ വരുന്ന കാര്യം നമ്മൾ ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, സാധനം നമ്മുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ ഇത് എനിക്ക് ഡാഡി വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാവരും എൻഗേജ്ഡാണ്. പിള്ളേരുടെ കയ്യിൽ വരെ ഫോണായിരുന്നു, അവർ വരെ ഫോട്ടോസ് എടുക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഓർക്കാണ്ട് ഒരു മദേഴ്സ് ഡേ ഒരു ആഘോഷം കൂടി വന്നു. അപ്പം ഞാൻ വേഗം അക്കിയോട് പറഞ്ഞു, ഇതാണ് കേട്ടോ എന്നോട് വേഗം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലാണ്ട് ചോറിൻ്റെ കാര്യത്തിനല്ല എന്ന്. കാരണം ഞാനും ഇപ്പോൾ പറയായിരുന്നു, ഇവരെന്തിനാ എന്നോട് വേഗം വരാൻ പറഞ്ഞു, ഞാൻ കുറച്ച് നേരം ചേച്ചിയുടെ അടുത്തിരിക്കണോണ്ട് ഇവർക്ക് ഇപ്പം എന്താ, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. ഇത് ഒട്ടും എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത്, നമ്മുടെ അവിടെ പിന്നെ അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊന്നുമില്ല. കുട്ടികൾക്കായാലും അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കും. അങ്ങനെ പിന്നെ എപ്പോഴും നമ്മൾ കുഞ്ഞ് കേക്കാണ് വാങ്ങിക്കാൻ മാക്സിമം നോക്കുക കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ ഒരു പീസ് ബാക്കി വരാണ്ട് നമുക്ക് അപ്പം തന്നെ ഷെയർ ചെയ്ത് കഴിക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർസിനെ ഓരോ ബൗളിൽ കൊടുത്ത് ഓരോ സ്ഥലത്തിരുത്തിയതിന് ശേഷം അപ്പാപ്പനും മക്കളും കൂടിയിട്ടുള്ള കളിയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയിലത്തെ ഫുഡ് കഴിക്കുന്ന പരിപാടിയാണല്ലോ അടുത്തത് വരുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മണിക്ക് ഡ്രീം കളക്ഷൻസിൽ വീഡിയോസ് ഇടില്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ പേർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രീം കളക്ഷൻസ് ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ചാനൽ കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ആരുടെയെങ്കിലും ഒരു ഫോട്ടോ ഇട്ടിട്ട് തംബ്നെയിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തിരിച്ചറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്, വ്യൂസ് നല്ലോണം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണില്ല എന്നുള്ളത് മനസ്സിലായിട്ടോ. അങ്ങനെ ഇന്ന് ചിക്കൻ കിഴങ്ങിട്ട് വെച്ച കറി. അപ്പോൾ ഇന്നലെ ഞാൻ എടുത്ത് വെച്ചില്ലേ ഫ്രിഡ്ജിലേക്ക്, അത് പാലൊക്കെ ഒഴിച്ചിട്ട് വെച്ചു. അത് കഴിഞ്ഞ് നല്ല മറ്റേ മഞ്ഞക്കോരി ഉണ്ടായിരുന്നു, അത് വറുത്തു. പിന്നെ കുറച്ച് സബോള മാത്രം അരിഞ്ഞിട്ടു, സാലഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കറി ശരിക്ക് തികഞ്ഞു. ഒരു തുണ്ട് ചാറ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഇനി അതായിട്ട് ബാക്കി വെക്കേണ്ട വെച്ചിട്ട് ഞാൻ സത്യത്തിൽ അങ്ങനെ കുറച്ച് വെച്ചതാട്ടോ നമ്മളുടെ പിള്ളേർക്കുള്ള ഭക്ഷണം. അപ്പോൾ ഇന്നിത്തിരി നേരത്തെ കൊടുത്തു. കാരണം 5 മണിക്ക് പാവർട്ടി പള്ളിയിലേക്ക് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിടക്കാനും നിൽക്കണ്ട, ആരോടും കിടക്കണ്ട.
അപ്പോൾ ഞാൻ വേഗം ഇതിൻ്റെ കുറച്ച് ഓർഡറുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തതിൻ്റെ കൂട്ടത്തിൽ ഈ കമ്മലുകളും കൂടി ആഡ് ചെയ്ത് തന്നെ കേട്ടോ. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്, ഇത് ഇന്നലത്തെ വീഡിയോയിലും പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ സാരമില്ല, നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് അല്ലേ വീണ്ടും വീണ്ടും കാണാനായിട്ട് ഇഷ്ടം ഉണ്ടാവുള്ളൂ എന്തായാലും. അപ്പോൾ എന്തായാലും എഡിറ്റ് ചെയ്ത് പോയി, എന്നാൽ പിന്നെ അതിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ പാവർട്ടി പള്ളിയിലേക്ക് പോകാമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ അവരുടെ ഭക്ഷണത്തിൻ്റെ സമയം തെറ്റണ്ട വെച്ചിട്ട് ഞാൻ ആദ്യം ചോറ് കൊടുത്തു. നമ്മുടെ ചിക്കൻ്റെ ചാറ് ബാക്കിയുണ്ടായിരുന്നല്ലോ, അതിൽ ചോറ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പാല് വെച്ച് കൊടുത്തിട്ട് കൂട് അടച്ചിട്ടിട്ടാണ് നമ്മൾ പോയത്. കാരണം നമ്മളില്ലാത്തപ്പോൾ കൂട് തുറന്നിടുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര പേടി. ഇവർ കിണറിൻ്റെ മുകളിൽ നിന്നിട്ട് അപ്പുറത്തേക്ക് നോക്കൽ ഇത്തിരി കൂടുതലിൻ്റെ മതിൽമെന്ന് ചെടികൾ മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഇതൊക്കെ കൊടുത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി കാപ്പിയും കൂടി വെച്ചിട്ട് കുടിച്ചിട്ട് ഇറങ്ങാം. കാരണം കുട്ടികളെയും കൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എവിടെയും നമ്മൾ ഇറങ്ങാറില്ല, വഴിയിൽ ഇറങ്ങാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കാപ്പിയും കൂടി വെച്ചു. അപ്പോൾ ഞാൻ ബ്രൂ ആണ് വെച്ചത്, ഫിൽറ്റർ കോഫി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബ്രൂ ആണ് എടുത്തത്. അപ്പോൾ കാപ്പി വെച്ചതിന് ശേഷം ഞാൻ കുട്ടികളെയൊക്കെ വിളിച്ചു. ഒക്കെ എണീറ്റ് വന്ന് ഭക്ഷണം കഴിച്ചോ. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണമല്ല ചായ കുടിച്ചോ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ വീട്ടു ചോറുണ്ടെങ്കിലേ വിരുന്ന് ചോറുള്ളൂ എന്ന് പറയും. നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങിയാൽ നമുക്ക് പോകണോടത്തും വയറ് നിറച്ച് കിട്ടും. ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഇപ്പോൾ പട്ടിണിയൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ പട്ടിണിയാവും. അപ്പോൾ ഞാൻ എപ്പോഴും എവിടേക്കെങ്കിലും പോകുമ്പോൾ കാപ്പിയോ ചായയോ എന്തെങ്കിലും കൊടുത്തിട്ടാണ് ഇവിടെ. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ നേരമാണെങ്കിൽ ഞാൻ പറയും ഒരു പിടി ചോറും ഉണ്ടിട്ട് പോ, കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലനോടത്ത് കിട്ടില്ല, വീട്ടു ചോറുണ്ടെങ്കിലേ വിരുന്ന് ചോറുള്ളൂ എന്ന് എപ്പോഴും ഞാൻ പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് നമ്മളുടെ കാരണന്മാർ അപ്പാപ്പനും അമ്മമ്മയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ. അപ്പോൾ അവർ നമുക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരണ കൂട്ടത്തിൽ പറഞ്ഞു തന്ന കുറച്ച് കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ ഇത് എന്ത് അന്ധവിശ്വാസമാണെന്ന് തോന്നും. ഒരിക്കലുമല്ല. ഇതൊക്കെ പണ്ടത്തെ കാരണന്മാർ പറഞ്ഞിട്ടുള്ള ഓരോ ചൊല്ലുകൾക്കും അതിൻ്റേതായ നല്ല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ അർത്ഥങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എടുക്കുക. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങി എല്ലാവരും കൂടിയിട്ട് 5 മണിയായിട്ടോ. 5:30 ആകുമ്പോഴേക്കും ഇറങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് ലേറ്റായി. എന്നാലും സാരമില്ല, 7 മണിക്കാണ് അവിടെ കുർബാന. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങി. അപ്പോൾ എന്താ പറയുക, 2 പേരും എൻ്റെ അടുത്തായിരുന്നു കേട്ടോ. ചാക്കോച്ചനും പാച്ചുവും ബാക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സിഗ്നലിൽ തൊട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിഞ്ഞൂടെ, ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളായിരുന്നു. അവസാനം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത്. സംഭവം പാവർട്ടി പള്ളിയിലേക്ക് നമ്മൾ എപ്പോഴും കണ്ണടച്ച് പോണതാണെങ്കിൽ പോലും ഇന്ന് ഈ തിരക്കുള്ള ദിവസമായതുകൊണ്ട് മാക്സിമം എളുപ്പമുള്ള വഴി കൂടെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടത്. അപ്പോൾ ഏനാമാവ് വഴിയാണ് നമ്മുടെ ഗൂഗിൾ ചേച്ചി പറഞ്ഞത് പോകാനായിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഓർത്ത് നമ്മുടെ ഡിംപിൾ ഇനോഗ്രേറ്റ് ചെയ്ത പാർക്കാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു കാസിനോവയുടെ സമയത്താണ് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല ഏത് സമയം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഡിംപിൾ പറഞ്ഞു, അയ്യോ മമ്മിക്ക് ഇത് ഓർമ്മയില്ലേ, നമ്മൾ വന്ന് ഇനോഗ്രേഷന് വന്ന് ഞാൻ ഇനോഗ്രേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നല്ലോണം ആളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഇതേ പാങ്ങ് കഴിഞ്ഞപ്പോൾ തൊട്ട് 2 വശത്തും നിറച്ച് ലൈറ്റാണ്. അപ്പോൾ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാങ്ങിൽ വണ്ടി നിർത്തിയിട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും. അങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ കേട്ടോ. ഇപ്പം അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു പള്ളിയുടെ ഒരു ഇടയ്ക്കിടയ്ക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ അടുത്ത് വരെ നമുക്ക് കാറിൽ വരാം. അങ്ങനെ ഞങ്ങളുടെ പഴയ വീടിൻ്റെ അതിലേ പോയി നേരെ. അപ്പോൾ നിങ്ങൾക്കറിയാം, ലിജോ മോനും അജീനിയൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടും കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഴയ വീടാട്ടോ, ഞങ്ങൾ താമസിച്ചിരുന്ന വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ബാക്കാണ് ഞാൻ പറയാറില്ലേ ഊട്ടുശാല നിൽക്കുന്നത്, ഈ പറമ്പിലായിരുന്നു എന്ന്. അപ്പോൾ ഇതിലേ പോകുമ്പോൾ ഡിംപിളിങ്ങനെ പണ്ടത്തെ വിശേഷങ്ങൾ, സൈക്കിളിൽ സ്കൂളിൽ പോണത്, ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി വാങ്ങിക്കുന്നത്, പാലുകാരൻ വരണത്, കാളിയമ്മ അടിച്ച് വരണത്, അങ്ങനെ കുറേ നല്ല നല്ല ഓർമ്മകളുണ്ട് കേട്ടോ പാവർട്ടി പള്ളി അല്ലെങ്കിൽ പാവർട്ടി എന്ന് പറയുമ്പോൾ. അങ്ങനെ ഞങ്ങളിതേ അജിയുടെ വീട്ടിലാണ് വണ്ടിയിട്ട്, കൊട്ടയന്മാരുടെ വീട്ടിൽ, ജോജുവിൻ്റെ വീട്ടിൽ കേട്ടോ. അജി എന്ന് പറയുന്നത് ജോജുവിൻ്റെ വൈഫാണ്. അപ്പം ലിജോമോൻ്റെ ചേട്ടനും ചേട്ടത്താരുമാണ് കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. അങ്ങനെ വന്ന് 7 മണിക്ക് കുർബാനയായിരുന്നു, ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുർബാന മുഴുവൻ കാണാനോ അകത്ത് കയറി നിൽക്കാനോ ഞങ്ങൾ നിന്നില്ല കേട്ടോ, കാരണം കുട്ടികൾ സമ്മതിക്കില്ല. പിന്നെ നല്ല ചൂടും നല്ല തിരക്കും. പിന്നെ പെരുന്നാളിൻ്റെ അന്നൊക്കെ അങ്ങനെ നിന്ന് കുർബാന കാണാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ പുറമേ നിന്ന് വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെടിക്കെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം നേർച്ചയും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ വേഗം നടയിലേക്ക് നടന്നു. അപ്പോഴേക്കും അനൗൺസ് ചെയ്തു വേഗം നട ഒഴിഞ്ഞ് ഒരറ്റത്ത് പോയി നിൽക്കണം, ബാക്കിയുള്ളൊരു ശവക്കോട്ടയിലേക്ക്
സിമിത്തേരിയിലേക്ക് ഒതുങ്ങി നിൽക്കണം. അങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ ഒരേ വശത്തേക്ക് ഞങ്ങൾ ഒതുങ്ങി. ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ സാധാരണ ഞങ്ങൾ ആ വശത്തേക്ക് പെരുന്നാളിൻ്റെ അന്ന് പോകാറില്ല. അപ്പോൾ ഡാഡി പറയായിരുന്നു നമ്മളിവിടെ താമസിക്കുമ്പോൾ പോലും ഇവിടെ നിന്ന് പെരുന്നാൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം എങ്ങനെയോ ഡോണിനൊരു പൂതി അങ്ങോട്ട് പോകണമെന്ന് അങ്ങനെ വന്നതാണ്. അപ്പോൾ അവിടെ നിന്നപ്പോഴാണ് നല്ല മിളക് ബജിയും ഇതിൻ്റെയൊക്കെ ഷോപ്പ് അവിടെ ഉള്ളത്. അപ്പോൾ ഡിവൈൻ ചോദിച്ചു മമ്മിക്ക് വേണോ? അപ്പോൾ ശരി എന്നാൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല. ജസ്റ്റ് ഒരു സ്നാക്സ് മാത്രം വാങ്ങി. അത് കഴിഞ്ഞ് ഇതേ പടക്കം പൊട്ടാണ് കേട്ടോ. എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ചാക്കോച്ചൻ വളരെ ധൈര്യമായിട്ട് നോക്കി നിന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, നിന്നോടത്ത് നിന്ന് കുലുങ്ങണ പോലെയായിരുന്നു. പാച്ചുവിനൊക്കെ ഭയങ്കര പേടിയായിട്ടിരുന്നു. പാച്ചു പണ്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര ധൈര്യമായിരുന്നു. പക്ഷെ ഇപ്പം അവന് ഭയങ്കര പേടിയായി തുടങ്ങിയിട്ടോ. അപ്പോൾ ചാക്കോച്ചൻ അപ്പം നമ്മൾ പറയായിരുന്നു ഈ പ്രായം മമ്മി ഒന്നും അറിയാത്ത പ്രായമാണ്. അത് അവൻ നിന്ന് എങ്ങനെ വെച്ചാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. അമ്മിട്ട് കണ്ടിട്ട് തോമു കണ്ടോ ഇതൊക്കെ ഇടുന്നു. ഭയങ്കര ഒച്ചയായിരുന്നു കേട്ടോ, പടക്കത്തിൻ്റെ ഒച്ച. പക്ഷേ ഇവന് ഒരു കൂസലുമില്ല. അപ്പോൾ ഡോണിന് ഭയങ്കര അത്ഭുതം, ഇവനെന്തെങ്ങനെ. അപ്പോൾ ഡോൺ വിഷമമായിട്ട് കാത് കുത്തി കൊടുത്തു. പക്ഷേ അവനതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി. അറിയാമല്ലോ, സ്വാഭാവികമാണ് കുട്ടികൾക്ക് അവിടെ കാണുമ്പോൾ അത് വേണം ഇത് വേണം എന്ന് പറയും. അങ്ങനെ വാങ്ങിക്കൊടുത്ത് അവിടുന്ന് ഞങ്ങൾ എനിക്ക് തോന്നുന്നു 8:30 9 മണി 8:30 ആയി തോന്നുന്നുണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ കേട്ടോ. അപ്പോൾ അപ്പയുടെ കയ്യിൽ 2 പേരും ഇരിക്കുകയാണ്. അങ്ങനെ പെരുന്നാൾ ഡോണിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പെരുന്നാൾക്ക് പോകണം എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ്റെ ഉള്ളിലും ഉണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു ഡാഡി 2 മക്കളെ കൊണ്ടുപോകണ പോലെ ഇപ്പോൾ ഡോൺ കുട്ടികളെയും കൊണ്ട് പെരുന്നാൾക്ക് പോകുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. തിരക്ക് ഇത് പറഞ്ഞാൽ പോരാത്ത തിരക്കായിരുന്നു. പിന്നെ നമ്മൾ പറയില്ലേ ഒരു ഓളത്തിൽ നമ്മളെ അങ്ങോട്ട് ഉന്തി കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഡാഡി പറഞ്ഞു എന്ന് പറഞ്ഞത് ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പെരുന്നാൾ കാണാൻ പോണേന്നുള്ളത്. പക്ഷേ അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ലിജോ മോൻ നിൽക്കണം. അപ്പോൾ ഇവരുടെ ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരൊരു ഒരു സോങ് ഇറക്കിയിട്ടുണ്ട്. നല്ലൊരു സോങ് ലിജോ മോൻ്റെ ലിറിക്സ്. പിന്നെ നമ്മുടെ ടിറ്റോ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, ഞാൻ പിന്നീട് ഒരിക്കൽ വിശദമായിട്ട് പരിചയപ്പെടുത്താം. ടിറ്റോൻ്റെ ഈണം, ജെബിൻ്റെ ഡയറക്ഷൻ, അങ്ങനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അങ്ങനെ തന്നെ പറയാം അവരുടെ ഇതിൽ വന്നിട്ടുള്ള നല്ലൊരു സോങ്ങാണ്. ക്രിസ്തീയ ഭക്തിഗാനം പാവർട്ടിപ്പള്ളിയിൽ അവിടുത്തെ കുറേ ക്ലിപ്പിങ്സൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. എനിക്കതെങ്ങനെയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് ഇതിൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ മഞ്ചരിയാണ് പാടിയിട്ടുള്ളത് കേട്ടോ. നല്ല ഒരു സോങ്ങാണ്. അപ്പോൾ ഞാൻ ലിജോനോടും പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ എപ്പോഴും നന്നായി എന്ന് പറയണം, അവരെ പ്രോത്സാഹിപ്പിക്കണമല്ലോ. അങ്ങനെ ഞങ്ങളിതേ മടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ തിരക്ക് കണ്ടോ, ഉന്തി പോരേണ്ട ഒരവസ്ഥയുടെ അവസാനം ശരിക്കും സെൻറ്റർ കഴിഞ്ഞ് സോളാർ ബാർ കഴിഞ്ഞങ്ങോട്ട് കൂടിയിട്ട് കുറച്ചൊരു തിരക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ദേ ഒരു എന്താ പറയുക കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ഒരു അമ്പ് പോലെ വരണത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഈ സമയത്ത് ആനയൊക്കെ ഇടയുടെ സമയത്ത് ആര് ഈ നേരത്തെ ഈ ആനയും കൊണ്ട് വരണേന്ന് നോക്കിയപ്പോൾ അത് ആനയല്ല, നമ്മൾ ഡമ്മി പറയില്ലേ അതാണ് സംഭവം. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആന കേട്ടോ. അപ്പം ഞാൻ പറയായിരുന്നു ഇതാണ് നല്ലത്, കാരണം പേടിക്കാണ്ട് നമുക്ക് അടുത്ത് കൂടെ പോകാമല്ലോ. അങ്ങനെ ഞങ്ങൾ എപ്പോഴും പോകാറുള്ള പള്ളിയാണ് കാക്കശ്ശേരി കുരിശുപള്ളി. നിങ്ങൾക്കറിയാം ഞാൻ എപ്പോൾ പാവർട്ടി വന്നാലും ഇവിടെ വരും. അപ്പോൾ എനിക്കത് ഭയങ്കര വിശ്വാസമാണ്, നമ്മളുടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുന്ന. അങ്ങനെയാണ് എൻ്റെ അനുഭവം, അങ്ങനെയാണ്. എൻ്റെ നഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോണിനോടും പറഞ്ഞു ഇവിടെ വന്ന് നന്നായി പ്രാർത്ഥിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേഗം തന്നെ തിരിച്ച് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പറഞ്ഞെന്നുള്ളത്. ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു ഒരു വിഷമമുള്ള ഒരു കാര്യം. അത് വേറെ ഒന്നുമല്ല, ഈ മറ്റേ നമ്മുടെ പറയുക ഈ മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് കാശ് പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ഒരു ചെറിയ ഒരു സംഭവം നമ്മൾക്കും ഉണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്താണാവോ സർപ്രൈസ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ, സർപ്രൈസ് അല്ല ഇനി എന്തുട്ടണാവോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളായിട്ടൊരു കഥ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വേഗം പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ടീ കടയല്ലല്ലോ ദേ തട്ട്, അവിടുന്ന് പാർസൽ വാങ്ങിയിട്ടാണ് വന്നത്. കാരണം കുട്ടികളെയും കൊണ്ടിരുന്ന് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പാർസലും കൊണ്ടുവന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ബാക്കി നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണമല്ലോ. അവർക്ക് ഇന്ന് മൊത്തം തല തിരിച്ചാണ് കൊടുത്തത്. ആദ്യം ചോറ് കൊടുത്തു, പിന്നെ നമ്മൾ പാൽ വെച്ച് കൊടുത്തിട്ടാണ് പോയത്, പിന്നെ ഇറച്ചി ഇട്ട് കൊടുത്തു. വന്ന വഴിക്ക് അഴിച്ചിട്ടു കേട്ടോ അവരെ. അങ്ങനെ ഡിംപിള് പാച്ചുവിനെ കുളിപ്പിക്കാനായിട്ട് പോയി. ഡാഡിയുടെ കൂടെ അങ്ങോട്ട് പോയി. നമ്മുടെ ഡോൺ പിള്ളേഴ്സിനെയും കൊണ്ടുപോയി.
ഡിവൈൻ ദേ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി എല്ലാം കഴിഞ്ഞ് ഡിവൈനും കയറി. പിന്നെ എൻ്റെ പണി നിങ്ങൾക്കറിയാമല്ലോ ബാക്കി എന്താണെന്നുള്ളത്. സാധാരണ ഞാൻ ഈ സമയത്ത് കുറച്ച് നാളേക്കുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് അതിനൊന്നും എനിക്ക് ഒരു ഉഷാറില്ല കേട്ടോ. നമ്മൾ പതിവില്ലാണ്ട് കുറേ നേരം പെരുന്നാളിന് വെടിക്കെട്ട് കാണാനൊക്കെ നിന്നതുകൊണ്ട് എനിക്ക് വലിയ ഉഷാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം നേരത്തോടെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ ഔസേപ്പ് പിതാവിനോട് എന്താ പറയുക, പ്രാർത്ഥിച്ച് പോന്നു. ഒട്ടും വിചാരിച്ചില്ല ഇന്ന് പോകാൻ പറ്റും എന്നുള്ളത്. പക്ഷേ നല്ല രീതിയിൽ പോയി എല്ലാത്തിനും പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. ബൈ.